ഇന്ന് നമ്മൾ കാണുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയാണ്. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. ഈ ബസലിക്കയാണ് ഏറ്റവും വലിയ ചർച്ചെന്ന് അറിയപ്പെടുന്ന ബസലിക്കയാണ്. ഇതിൻ്റെ പുറഭാഗത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് മുഴുവൻ ബസലിക്കയുടെ അകത്തിൽ കയറി കാണാനുള്ള ആൾക്കാരുടെ ക്യൂ ആണ്. വലിയൊരു ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വലിയ പള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ നമ്മൾ ക്യൂ നിന്നാണ് കയറുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ക്യൂ നിന്ന് ഇതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ബസലിക്കയുടെ ഉള്ളിൽ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ബസലിക്കയുടെ ഉള്ളിൽ മൈക്കലാഞ്ചലോ വരച്ച ഈ യാത്രയുടെ യഥാർത്ഥ ആ പിക്ചർ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പത്രോസിൻ്റെ കല്ലറയുണ്ട്, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പള്ളിയിലെ അകത്തുള്ള എല്ലാ ചിത്രപ്പണികളും അതെല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ചിത്രപ്പണികളെല്ലാം ചെയ്തത് ആൾക്കാർ മുകളിലത്തെ ചിത്രപ്പണികളൊക്കെ ചെയ്തത് ഇത് മാർപ്പാപ്പയുടെ അംഗരക്ഷകരാണ്. അവരുടെ യൂണിഫോമും കാര്യങ്ങളും രക്ഷകരുടെ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. അതിനകത്ത് നമ്മുടെ മാർപ്പാപ്പന്മാരുടെ എല്ലാവരുടെയും ഇങ്ങനെ രൂപങ്ങൾ വെച്ച് കിടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായ പത്രോസ് മുതൽ ഇന്ന് വരെ മരിച്ച നമ്മുടെ പത്രോസ് മുതൽ ഇപ്പോൾ വരെയും മരിച്ച എല്ലാ പാപ്പന്മാരുടെയും ചിത്രങ്ങളും ഭിത്തിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പത്രോസിൻ്റെ കല്ലറ ഈ ഓൾട്ടറിൻ്റെ മെയിൻ ഓൾട്ടറിൻ്റെ താഴെയാണ് അതൊരു കല്ലറ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പള്ളിക്കകത്തൂടെ താഴ്ചയ്ക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഈ പടങ്ങൾ ആൾക്കാർ കയറി കിടന്ന് വരച്ച പടങ്ങളാണ്. ഒത്തിരി ഭംഗിയുള്ള ബസലിക്കയാണ്. നമുക്ക് അവിടുത്തെ ഓരോ കാഴ്ചകൾ. ഇതാണ് മെയിൻ ഓൾട്ടർ വർത്തിക്കാൻ്റെ. അതിൻ്റെ അടിയിലാണ് നമ്മുടെ പത്രോസിനെ ജൂൺ 23 എഴുതിയേക്കണേ. ജോൺ പോൾ രണ്ടാമത്തെ കല. ഇതാണ് മൈക്കലാഞ്ചലോ യഥാർത്ഥമായിട്ട് ചിത്രം ഒറിജിനൽ രൂപമാണ്. La persona che mi tocca da dietro mi ci ഏറ്റവും ഫ്രണ്ടിൽ ബോബി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫ്രണ്ടി വാ. ഇപ്പം നമ്മൾ കാണുന്നതാണ് ആ ഭിത്തിയിൽ കാണുന്ന ഓരോ മാർപ്പാപ്പന്മാരുടെ പടങ്ങൾ, മരിച്ചുപോയ മാർപ്പാപ്പന്മാരുടെ പടങ്ങൾ. ഇപ്പുറത്തെ സ്പേസ് എംറ്റി ആയിട്ട് കിടക്കുന്നത് ഇനി വെക്കാനുള്ള
മാർപ്പാപ്പമാരുടെ പടങ്ങൾ വയ്ക്കാനുള്ള സ്പേസാണ് അവിടെ എം ടി ആയിട്ടുള്ളത്. ഈ ബസലിക്കയുടെ ചുറ്റും അങ്ങനെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പത്രോസിൻ്റെ കല്ലറയാണ്. അത് ഈ ഓൾട്ടറിൻ്റെ താഴത്തായിട്ടാണ്. ഇത് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. ഇതിൻ്റെ താഴത്ത് ഇപ്പം ഇത് കാണുന്നതാണ് കല്ലറയായിട്ട്.